സൗദി അറേബ്യയും ഖത്തറും ഇസ്രായേലിനെ വളരെയധികം വിമർശിക്കുകയും ഹമാസ് അടക്കമുള്ള സംഘടനകൾക്ക് എല്ലാ സഹായവും നൽകുന്ന രാജ്യമാണ് ഖത്തർ. അതേപോലെ തന്നെ ഇസ്രായേലിനെ ഇന്നേ വരെ അംഗീകരിക്കാത്ത രാജ്യമാണ് സൗദി അറേബ്യ. പക്ഷേ ഹാരറ്റ്സ് പുറത്തുവിട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റം സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിൽ പറയുന്നത് എന്താ അറിയോ? ദശലക്ഷക്കണക്കിന് എന്താ പറയാ കറൻസി മൂല്യമുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട ഘടകങ്ങളും സൗദിയും ഖത്തറും ഇസ്രായേലിന് വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങള്? ഇസ്രായേൽ അതേപോലെ തന്നെ അമേരിക്ക ഇറാൻ കോൺഫ്ലിക്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ന്യൂസ് പുറത്തു വരുന്നത് നല്ല രസമാണ് കേട്ടോ. അതായത് ഫലസ്തീൻ അംഗീകരിക്കാതെ ഇസ്രായേലിനെ ഞങ്ങൾ അംഗീകരിക്കാനില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അതേപോലെ തന്നെ ഹമാസ് അടക്കമുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ. പക്ഷെ എന്നിരുന്നാൽ കൂടെ ബാക്കിലൂടെ പോയിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇവന്മാരെല്ലാരും ഉപയോഗിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോ അതിൽ പെടുന്നത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എൽബെയ്ത്ത് സിസ്റ്റംസ് എന്ന് പറയുന്ന ഇസ്രായേലിലെ തന്നെ ഒരു പ്രതിരോധ കമ്പനിയാണ്. അവർ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് സൈനിക ഡ്രോണുകള്, നൈറ്റ് വിഷൻ ഉപകരണങ്ങള്, അതേപോലെ തന്നെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ടാങ്കുകൾക്കുള്ള ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ പറയുന്ന എൽബിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ്, ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങള്, അതേപോലെ തന്നെ ഹെറോൺ സീരീസ് സൈനിക ഡ്രോണുകള്, ഉപഗ്രഹങ്ങൾ, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ്. ഈ രണ്ട് കമ്പനികളുടെയും പ്രതിരോധ സംവിധാനങ്ങളൊക്കെയാണ് സൗദി അറേബ്യയും അതേപോലെ തന്നെ ഖത്തറും ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ ഇമേജുകൾ സഹിതമാണ് ഇപ്പൊ ഇവര് പുറത്തു വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ഇവർ ചെയ്യുന്ന സമയത്ത് ഇവരെങ്ങനെ ഇത് കണ്ടെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അൾജീരിയയില് 2024 ഖത്തർ അമീർ വന്നിറങ്ങിയപ്പോ അതിന്റെ വിമാനത്തിന്റെ പുറകിൽ നിന്നുള്ള ഒരു ഷോട്ട് ഉണ്ട്, ഒരു ഫോട്ടോ. ആ ഫോട്ടോയിലാണ് യഥാർത്ഥത്തില് ഈ ഇസ്രായേലിന്റെ ചില പ്രതിരോധ സംവിധാനങ്ങൾ ഈ പറയുന്ന വിമാനങ്ങളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ സൗദി അറേബ്യ ഉപയോഗിക്കുന്ന F-15 ഫൈറ്റർ ജെറ്റുകളുണ്ട്. ഈ ഫൈറ്റർ ജെറ്റുകളിൽ ഇരിക്കുന്ന പൈലറ്റുമാർ ഉപയോഗിക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകളാണ്. അതായത് ഈ ഹെൽമെറ്റിന്റെ സ്ക്രീനിൽ തന്നെ മാക്സിമം ഇൻഫർമേഷൻസ് കിട്ടുന്ന തരത്തിലുള്ള ഹെൽമെറ്റുകൾ ഈ പറയുന്ന എന്താ പറയാ ഈ പറയുന്ന പൈലറ്റുമാർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം യഥാർത്ഥത്തില് ഇതൊക്കെ ഉണ്ടാക്കാൻ ചെയ്യുന്നത് ഇസ്രായേൽ കമ്പനികളാണ് എന്നുള്ളതാണ്. അപ്പോ ഓപ്പൺ ആയിട്ട് ഇസ്രായേലിനെ തള്ളി പറയാം, എന്ന ബാക്കിൽ കൂടെ ഇസ്രായേലിന്റെ എല്ലാ സാധനങ്ങളും വാങ്ങുകയും ചെയ്യുന്ന ഒരു പരിപാടിയിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളൊരു സാധനം കൂടെ നമ്മളിവിടെ കാണണം. പക്ഷെ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഇസ്രായേലുമായിട്ട് നേരിട്ടുള്ള ഏതെങ്കിലും കരാറിന്റെ അടിസ്ഥാനത്തിലല്ല യഥാർത്ഥത്തിൽ ഈ കമ്പനികളൊന്നും തന്നെ ഈ കാര്യങ്ങൾ വാങ്ങുന്നേ. അതായത് ഇപ്പൊ ഖത്തർ അമീറിന് വേണ്ടിയിട്ടുള്ള വിമാനം ബോയിങ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് പോകുന്നത് ആക്ച്വലി ബോയിങ്ങിനായിരിക്കും. അപ്പൊ ബോയിങ് ആണ് ആ വിമാനം നിർമ്മിച്ച് നൽകുന്നത്. പക്ഷേ അവിടെയുള്ള രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഖത്തറിന് ചില ഡിമാൻഡുകൾ ഉണ്ടാവും, ചില ആൾട്രേഷൻസ് ഉണ്ടാവും. ഇന്ന സംവിധാനങ്ങൾ ഇന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോ ചില കാര്യങ്ങൾ ആക്ച്വലി ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ അടുത്താണ് ഉള്ളത്. ഇസ്രായേൽ നിർമ്മിച്ചിട്ടുള്ള ചില സാധനങ്ങളാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങള് ഈ നേരിട്ട് ഇസ്രായേൽ വാങ്ങുന്നതിന് പകരം ബോയിങ്ങിലൂടെ കയറിയിട്ട് ഇസ്രായേലിന് വാങ്ങിയിട്ട് ബോയിങ് തന്നെ അത് അവിടെ വെച്ചു കൊടുത്തിട്ട് ഖത്തറിന് കൊടുക്കുന്നു. അതേപോലെ തന്നെ സൗദിയിലെ F-15 ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കുന്ന പൈലറ്റുമാർ ഉപയോഗിക്കുന്ന ഹെൽമെറ്റുകൾ ഏകദേശം $100 മില്യൺ സാധനങ്ങളാണ് ഇവര് വാങ്ങിച്ചേക്കുന്നത്, സൗദി വാങ്ങിച്ചേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കളി നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെ നെതന്യാഹുവിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണമുണ്ട്. എന്താണ്? ഖത്തർ ഗേറ്റ് എന്ന് എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണത്. അതായത് നെതന്യാഹു ഖത്തറിനെ ഓപ്പൺ ആയിട്ട് പെരിഫറൽ ആയിട്ട് ഇങ്ങനെ വിമർശിക്കുമെങ്കിലും ഹമാസിനെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുമെങ്കിലും നെതന്യാഹുവിനും ടീമിനും യഥാർത്ഥത്തിൽ ഖത്തറുമായിട്ട് ബിസിനസ്സുകൾ ഉണ്ട്, ഖത്തറിലെ ബിസിനസ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളും ഇതേ ഹാരിറ്റ്സ് തന്നെ കുറച്ചു മുന്നേ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഹാരിറ്റ്സ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോ പ്രസിദ്ധീകരിച്ചിരിക്കണേ എന്നുള്ളതാണ്.
ഇനി നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചില വിശദാംശങ്ങൾ നോക്കാവേ. അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാരിസന്റെ റിപ്പോർട്ടിനെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഹാരിസ് എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഇസ്രായേലിലെ പ്രമുഖ പ്രതിരോധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റം, ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ഖത്തറും സൗദി അറേബ്യക്കും $100 മില്യൺ ഷെക്കൽ മൂല്യമുള്ള അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളും വിമാന ഘടകങ്ങളും വിറ്റതായി രേഖകളും ചിത്രങ്ങളും വ്യക്തമാക്കുന്നു. അപ്പൊ അതിന്റെ ചിത്രങ്ങൾ ഞാൻ ഇതിന്റെ സൈഡിൽ ചേർക്കാം. ഇസ്രായേലുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യങ്ങളായ ഖത്തറും സൗദി അറേബ്യയും രഹസ്യമായോ പരോക്ഷമായോ ഇസ്രായേലി പ്രതിരോധ കമ്പനികളിൽ നിന്ന് സാങ്കേതിക വിദ്യകൾ വാങ്ങിയതായി റിപ്പോർട്ട് പറയുന്നു. അടിപൊളിയായി, എങ്ങനെയുണ്ട്? അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രഹസ്യമായി വാങ്ങിച്ചോ എന്നുള്ളത് ഹാരിസും പുറത്തു വിട്ടിട്ടില്ല, പക്ഷെ പരോക്ഷമായി വാങ്ങിച്ചിട്ടുണ്ട്. അതായത് F-15 വഴി അല്ലെങ്കിൽ ബോയിങ് വഴി ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി ഖത്തർ അമീറിന്റെ വിമാനങ്ങളിൽ എൽബേറ്റ് സിസ്റ്റം നിർമ്മിച്ച സി മ്യൂസിക് മാഗൻ റക്കിയ എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ ഇമേജ് ഞാനിപ്പോ കാണിച്ചു തരാവേ. അത് ഈ ഹാരിസ് പുറത്തു വിട്ടപ്പോ ഹാരിസ് തന്നെ അതിനകത്ത് ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്, ഈ പറയുന്ന സിസ്റ്റം. അപ്പൊ ഇതാണ് ആ സിസ്റ്റം, ഇതാണ് ആ റൗണ്ടിൽ മാർക്ക് ചെയ്തതിനകത്ത് കാണുന്നതാണ് ആ സിസ്റ്റം. ഇനി ഇവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, വിമാനത്തിലേക്ക് ചൂട് കണ്ടെത്തി ലക്ഷ്യമിടുന്ന മിസൈലുകളെ തിരിച്ചറിഞ്ഞ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ച് അവയുടെ ലക്ഷ്യനിർണയം തെറ്റിക്കുന്ന സംവിധാനമാണിത്. പ്രത്യേകിച്ച് തോളിൽ നിന്ന് വിക്ഷേപിക്കുന്ന MAN പാഡ്സ് മിസൈലുകൾക്കെതിരെ ഇത് ഫലപ്രദമാണ്. അതായത് ഈ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് വിമാനങ്ങൾ പറക്കുമ്പോ അതിന് അതേ റൂട്ടിൽ പിന്തുടർന്ന് പോയിട്ടാണല്ലോ അതിന്റെ ബാക്കിൽ പോയിട്ട് ഇത് ഹിറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ പിന്തുടരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിമാനത്തിൽ നിന്ന് പുറത്തു വരുന്ന ചൂടിനെയാണ് യഥാർത്ഥത്തിൽ ഇത് പിന്തുടരുന്നത്. ഇങ്ങനെ ചൂടിനെ പിന്തുടർന്ന് വിമാനത്തിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളെ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഈ പറയുന്ന മിസൈലിന്റെ ലക്ഷ്യം തെറ്റിക്കുക. ഇങ്ങനെ ലക്ഷ്യം തെറ്റിക്കുന്ന പരിപാടിയാണ് ഈ പറഞ്ഞ സി മ്യൂസിക് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം. ഇത് ആക്ച്വലി ഇസ്രായേലിന്റെയാണ്. ഇത് ഖത്തർ അമീറിന്റെ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള പിക്ചർ സഹിതാണ് ഇപ്പൊ ഹാരിസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഖത്തറിന്റെ F-15QA അബാബിൽ യുദ്ധവിമാന പദ്ധതിയിലും ഇസ്രായേലി കമ്പനികൾ പങ്കാളിയായിരുന്നു. എൽബൈറ്റ് സിസ്റ്റത്തിന്റെ അനുബന്ധ കമ്പനികൾ പൈലറ്റിന്റെ ഹെൽമെറ്റിൽ തന്നെ എല്ലാ നിർണായക വിവരങ്ങളും കാണിക്കുന്ന JHMCS കോമ്പാക്ട് ഹെൽമെറ്റ്, AN AVS 9 നൈറ്റ് വിഷൻ ഗോഗിൾസ്, വിമാനത്തിന്റെ വിവിധ ഘടകങ്ങൾ എന്നിവ വിതരണം ചെയ്തു. അതായത് ഖത്തറിനാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ടെക്നോളജീസ്, ബെത്തൽ ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഇസ്രായേലി കമ്പനികളും വിമാന ഇലക്ട്രോണിക്സ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്തു. ഇനി സൗദി അറേബ്യയുടെ F-15SA യുദ്ധവിമാനങ്ങൾക്കും ഇതേ JHMCS കോമ്പാക്ട് ഹെൽമെറ്റും AN AVS 9 നൈറ്റ് വിഷൻ ഗോഗിൾസും വിതരണം ചെയ്തതായി അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഇമേജും കൂടെ ഇവർ ചേർത്തിട്ടുണ്ട്. ഈ പറഞ്ഞ എയർക്രാഫ്റ്റ് F-15SA എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള 2 പൈലറ്റുമാരും ഇതേ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതിന്റെ ഇമേജും കൂടെ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി ഒരു JHMCS ഹെൽമെറ്റിന്റെ വില ഏകദേശം $2 ലക്ഷം ആണ്. സൗദി അറേബ്യക്ക് മാത്രം ഏകദേശം $100 മില്യൺ ഹെൽമെറ്റുകൾ വിറ്റതായി കണക്കാക്കപ്പെടുന്നു. ഖത്തർ 160 ഹെൽമെറ്റുകൾ ഏകദേശം $35 മില്യൺ വാങ്ങിയതായി പറയുന്നു. ഈ ഇടപാടുകൾ ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക നയതന്ത്രമില്ലാത്ത സാഹചര്യത്തിലും പ്രതിരോധ സുരക്ഷാ മേഖലയിൽ രഹസ്യ സഹകരണം നിലനിന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഹാരിസ് ഇപ്പൊ പുറത്തുവിട്ടിട്ടുള്ള ന്യൂസ്. അപ്പൊ നല്ല രസം ഉണ്ടാവും. ഇപ്പൊ ഇറാന് ഈ പറയുന്ന ഖത്തറിനെയും അതേപോലെ തന്നെ സൗദിനെയൊക്കെ ആക്രമിക്കുന്നത് ഈ പറയുന്ന US ബേസുകൾ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല. ഇവന്മാർക്ക് ബാക്ക് കൂടെ രഹസ്യമായിട്ട് പല ഡീലുകളും ഉണ്ട് ഉള്ളതാണ്. പക്ഷെ ഖത്തർ യഥാർത്ഥത്തിൽ ഇതിനെ തള്ളിക്കളയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഞങ്ങൾ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരാറിലൂടെ വാങ്ങിച്ചതല്ല.
ബോയിങ്ങിൽ നിന്നും ഒരു വിമാനം വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു F-15 വിമാനം വാങ്ങിക്കുന്ന സമയത്ത് വിമാനം ഈ കമ്പനികൾ കൊടുക്കുമെങ്കിലും ഇവർ പറയുന്ന റിക്വയർമെന്റിന് അനുസരിച്ച് ആൾട്ടർനേഷൻ വരുത്തുന്ന സമയത്ത് ആ കമ്പനികളാണ് വാങ്ങുന്നേ ഇതെല്ലാം എന്നുള്ളൊരു ന്യായം യഥാർത്ഥത്തിൽ ഇവർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങള്. കാരണം ഖത്തർ ഗേറ്റ് എന്ന് പറയുന്ന നെതന്യാഹുവിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അടക്കം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി ഈ ഇസ്രായേലിന് യഥാർത്ഥത്തില് ഈ പറയുന്ന ഇറാനെ നേരിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും ഇനിയിപ്പോ ഇല്ല. അതായത് ഈ ഖത്തറിനും സൗദിക്കും കുവൈത്തിനും ബഹ്റൈനൊക്കെ ഈ സാധനങ്ങൾ ഇങ്ങനെ ബാക്കിലൂടെ കൊടുത്തിട്ട് ഇവന്മാരെ കൊണ്ട് അടുപ്പിച്ചാൽ മതി. കാരണം ഇസ്രായേൽ നേരിട്ട് പോയി അടിച്ചാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇസ്രായേലിലേക്ക് പിന്നെ മിസൈലിന്റെ തീമഴയായിരിക്കും. ഈ തീമഴ ഒരിക്കലും ഇസ്രായേലിന് പിന്നെ താങ്ങാനേ പറ്റത്തില്ല. ഇറാൻ തീമഴ പെയ്യിച്ചാൽ ഇസ്രായേലിന് താങ്ങാൻ പറ്റത്തില്ല. റീസൺ എന്ന് പറയുന്നത് അയൺ ഡോമും നോക്കുകുത്തിയായിട്ട് അവിടെ നോക്കി നിൽക്കും എന്നുള്ളൊരു പ്രശ്നം ഇസ്രായേൽ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഇസ്രായേലും അതേപോലെ തന്നെ ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള ഒരു കോമ്പാക്ട് ദർ ഇസ് നോ ഒരു എന്താ പറയാ അത് അവിടെ ഒരു 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 സ്കോപ്പ് ഇല്ല. ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ദാറ്റ് എന്നുള്ളതാണ്. പകരം എന്ത് ചെയ്യുക, ഈ പറയുന്ന അമീർമാരെയും ആൾക്കാരൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇസ്രായേലും അമേരിക്കയും പുറകിൽ നിന്നോളം ഇവരെ മുന്നിൽ നിന്നിട്ട് നേരെ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പരിപാടിയിലേക്ക് കാര്യങ്ങൾ ഇനി മാറും. പക്ഷേ ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ സൗദിയും ഖത്തറും അതേപോലെ തന്നെ കുവൈത്ത് പോലെ രാജ്യങ്ങൾ ഈ പറയുന്ന സാഹചര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന അവര് നേരിട്ട് ഒരു അറ്റാക്ക് ഇറാനുമായിട്ട് ഇവർ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നടത്താൻ അവർ ഇന്നേ വരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണണം. അതിന് തയ്യാറായിരിക്കുന്നത് ഒരേ ഒരു രാജ്യം മാത്രമാണ്, അത് UAE ആണ്. UAE അതിന് തയ്യാറായിട്ടുണ്ട്, UAE അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ പുറത്തു വരികയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ നേതാക്കന്മാരൊക്കെ നമ്മള് പെരിഫറൽ ആയിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടോ ഇവർ ഇസ്രായേലിനെതിരാണ്, ഇവർ ജനോസൈഡിനൊക്കെ എതിരാണെന്നൊക്കെ ഉള്ളത് കാണുമെങ്കിൽ കൂടെ ബാക്കിലൂടെ ഇവർ തമ്മിൽ പരസ്പരം പലതരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തത് എപ്സ്റ്റീൻ ആണോ എന്നുള്ളത് അറിയത്തില്ല. കാരണം പല പ്രമുഖന്മാരുടെ മക്കളുടെ പേരും എല്ലാം ഈ എപ്സ്റ്റീൻ ഫയലിലുണ്ട് എന്നുള്ള കാര്യം ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്സ്റ്റീനെ വെച്ചിട്ട് ഇസ്രായേൽ കളിച്ച കളിയിലൂടെയാണോ ഇതൊക്കെ പെട്ടിരിക്കുന്നത് എന്നുള്ളതൊന്നും അറിയത്തില്ല. ഇനി നോക്കിക്കാണാം എങ്ങനെയാണ് ഈ പറയുന്ന യുദ്ധവും അതേപോലെ തന്നെ ഈ പറയുന്ന ഹോർമൂസിലെ പ്രതിസന്ധിയൊക്കെ ഇനി മുന്നോട്ട് പോകുന്നതെന്നുള്ളത് ഇനിയിപ്പോ നോക്കിയിരുന്ന് കാണാം എന്നുള്ളതാണ്. അതിന്റെ ഇടയ്ക്ക് ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, കനത്ത ആക്രമണം ഇറാന്റെ നേരെ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയൊക്കെ ആയിട്ട് ട്രംപ് അണ്ണൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ ഒരു ആക്രമണം നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം കയ്യിൽ കാശ് വേണ്ടേ? കാശിന് വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസിനോടൊന്ന് കെഞ്ചിയിട്ടുണ്ട്. ഇനി കോൺഗ്രസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് ഇസ്രായേലിന്റെ മേലെ അറ്റാക്ക് നടത്തുമായിരിക്കും. അല്ലാതെ ഇപ്പൊ അറ്റാക്ക് നടത്താനുള്ള ഒരു ശേഷി അണ്ണനില്ല എന്നുള്ളതും കൂടെ പറയുകയാണ്.